സന്തോഷ വാർത്ത പറയട്ടെ, നിങ്ങളുടെ പണത്തിന് 14% മുതൽ 16% വരെ റിട്ടേൺ കിട്ടിയാലോ, അതും പോസ്റ്റ് ഓഫീസിൽ നിന്ന്. യെസ്, ഞാൻ പറയുന്നത് സത്യമാണ് കേട്ടോ. ബാങ്ക് FDയിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് 6%, 7% അത്രയ്ക്കേ പലിശ കിട്ടുള്ളൂ. ഇനി അതല്ല ഷെയർ മാർക്കറ്റിലേക്കാണ് നമ്മളെ പൈസ ഇടുന്നതെങ്കിൽ മാർക്കറ്റ് ഫ്ലക്ച്വേഷൻസ് ആലോചിച്ച് നമ്മൾ ഉറക്കം പോകും. എന്നാൽ ഒരു പൈസ പോലും ഷെയർ മാർക്കറ്റിൽ റിസ്ക് ചെയ്യാതെ 100% കേന്ദ്ര സർക്കാർ ഗ്യാരണ്ടിയോടുകൂടി നിങ്ങളുടെ പണത്തിന് 14% മുതൽ 16% വരെ റിട്ടേൺ ഇനി നിങ്ങൾക്കുണ്ടാക്കാം. അതും നിങ്ങളുടെ മക്കളുടെ ഉന്നത വിദ്യാഭ്യാസത്തിനും വിവാഹത്തിനുമായി 1 കോടി രൂപയോളം വരെ സമ്പാദിക്കാൻ പറ്റിയൊരു വഴി. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടാവില്ല, പക്ഷേ ഇത് പൂർണ്ണമായും നിയമപരവും സുരക്ഷിതവുമായിട്ടുള്ള ഒരു വഴിയാണ്. ഇതിനെയാണ് സാമ്പത്തിക വിദഗ്ധർ പോസ്റ്റ് ഓഫീസ് ഡബിൾ എഞ്ചിൻ സ്ട്രാറ്റജി എന്ന് വിളിക്കുന്നത്. ഈ ഒരു ചെറിയ സ്ട്രാറ്റജി ഉപയോഗിച്ച് നിങ്ങളുടെ 5 ലക്ഷം രൂപ എങ്ങനെ 22 ലക്ഷം രൂപയായിട്ട് മാറും? 14% ഇൻട്രസ്റ്റ് റേറ്റ് എങ്ങനെ കിട്ടും? ഇനി 15 ലക്ഷം രൂപയാണ് നിക്ഷേപിക്കുന്നതെങ്കിൽ എങ്ങനെ ആ പൈസ 66 ലക്ഷം രൂപയാക്കി മാറ്റാൻ സാധിക്കും? ഈ കാര്യങ്ങളെല്ലാം ഞാൻ വ്യക്തമായ കണക്കുകളോടെ വളരെ സിമ്പിൾ ആയിട്ട് ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ പോവുകയാണ്. സോ വീഡിയോ മുഴുവനായിട്ട് കാണണം. കാരണം നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇത് അത്ര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമൊന്നുമല്ല. വീഡിയോ വൃത്തിക്ക് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊരു സാധാരണക്കാരനും വളരെ സിമ്പിൾ ആയിട്ട് ഇത് ചെയ്യാനും സാധിക്കും. വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ബോസ്വാല മലയാളം യൂട്യൂബ് ചാനൽ. ഞാൻ നിങ്ങളുടെ അജന. അപ്പം ഞാൻ സ്ഥിരമായിട്ട് എൻ്റെ പ്രേക്ഷകരോട് പറയുന്നത് പോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണോ വീഡിയോ കാണുന്നത്? അപ്പൊ എന്താ നോക്കി നിൽക്കുന്നത്? പെട്ടെന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യൂ. കാരണം ഇതുപോലെയുള്ള ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ടിപ്സ് ഒക്കെയാണ് നമ്മൾ ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് മുൻപിൽ എത്തിക്കുന്നത്. അപ്പൊ നമുക്ക് സമയം കളയണ്ട, ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. പലരും ചെയ്യുന്ന ഒരു വലിയൊരു തെറ്റുണ്ട്. പണം എവിടെയെങ്കിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് അതിൽ നിന്ന് മാസം തോറും നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് എമൗണ്ട് ഇല്ലേ, ഒന്നെങ്കിൽ നമ്മൾ നമ്മുടെ ഡേ ടു ഡേ ചെലവിന് വേണ്ടിയിട്ട് എടുക്കും, അതല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിൽ തന്നെ അവിടെ കിടക്കും, എല്ലാ മാസവും വന്ന് അവിടെ കിടക്കും. സോ ഈ പൈസക്ക് ഗ്രോത്ത് ഒന്നും അവിടെ സംഭവിക്കുന്നില്ല. ഈ കിട്ടുന്ന ഇൻട്രസ്റ്റിന് നിങ്ങളുടെ സേവിങ്സ് അക്കൗണ്ട് കിടക്കുകയാണെങ്കിൽ 3% തൊട്ട് 3.5% മാത്രമേ കിട്ടുള്ളൂ. അപ്പൊ ഇവിടെയാണ് ഇനി ഞാൻ പറയാൻ പോകുന്ന ഈ ഒരു സ്ട്രാറ്റജി ഇമ്പോർട്ടന്റ് ആവുന്നത്, ഡബിൾ എൻജിൻ സ്ട്രാറ്റജി. അപ്പൊ ആദ്യം തന്നെ നമുക്ക് എന്താണ് ഈ ഡബിൾ എൻജിൻ സ്ട്രാറ്റജി എന്ന് നോക്കാം. ഒരു ട്രെയിനിന് 2 എഞ്ചിനുകൾ ഉണ്ടെങ്കിൽ അത് വേഗത്തിൽ മുന്നോട്ട് പോകും അല്ലെ. അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസിലെ 2 മികച്ച സ്കീമുകളെ നമ്മൾ ഒന്നിച്ച് ചേർക്കാൻ പോവുകയാണ്. അതിൽ എൻജിൻ നമ്പർ 1 എന്ന് പറയുന്നത് പോസ്റ്റ് ഓഫീസ് സ്കീം ആയിട്ടുള്ള പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീം. എൻജിൻ നമ്പർ 2 എന്ന് പറയുന്നത് സുകന്യ സമൃദ്ധി യോജന. അപ്പൊ എന്താണ് നമുക്ക് ഈ ഒരു പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീം നോക്കാം. അത് ആ പേരിൽ തന്നെ ഉണ്ട്. അതായത് നിങ്ങൾ ഒരു ലംസം എമൗണ്ട് നിക്ഷേപിക്കുന്നു, അതിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ് അനുസരിച്ച് മന്ത്ലി ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കും. നിലവിലെ പോസ്റ്റ് ഓഫീസ് കണക്ക് പ്രകാരം 7.4% ആണ് ഈ ഒരു പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീമിന് പോസ്റ്റ് ഓഫീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എൻജിൻ നമ്പർ 2 ഞാൻ എന്താ പറഞ്ഞത്? സുകന്യ സമൃദ്ധി യോജന. ഇത് അറിയാത്തവരായിട്ട് ആരും ഉണ്ടാകില്ല. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയർന്ന പലിശ നൽകുന്ന കേന്ദ്ര സർക്കാർ സ്കീമാണ് സുകന്യ സമൃദ്ധി യോജന എന്ന് പറയുന്നത്. പ്രതിവർഷം 8.2% കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ് ആണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് ഗേൾ ചൈൽഡിന്റെ പേരിൽ നമുക്ക് ലോങ് ടേം ഫിനാൻഷ്യൽ ഫ്യൂച്ചർ ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു പദ്ധതിയാണ്. നമ്മുടെ വീട്ടിൽ പെൺകുട്ടികൾ, ചെറിയ മക്കളുണ്ടെങ്കിൽ അവരുടെ വീട്ടിൽ തുടങ്ങാൻ പറ്റിയൊരു സ്കീമാണിത്. അപ്പൊ നമ്മളിവിടെ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഈ 2 സ്കീമുകളും കൂടി ഒരുമിച്ച് ചേർക്കാൻ പോവുകയാണ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. POMIS അതായത് പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീമിൽ നിന്ന് മാസം തോറും കിട്ടുന്ന പലിശ നേരിട്ട് നമ്മൾ സുകന്യ സമൃദ്ധി അക്കൗണ്ടിലേക്ക് മാസം തോറും ഓട്ടോ ട്രാൻസ്ഫർ ചെയ്യുന്നു. അതായത് POMISന്റെ ഇൻട്രസ്റ്റ് സുകന്യ സമൃദ്ധിയിലേക്ക്. പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീം അക്കൗണ്ടിന്റെ കാലാവധി വരുന്നത് 5 വർഷമാണ്. സോ ഓരോ 5 വർഷം കഴിയുമ്പോഴും ഈ തുക നമ്മൾ പുതുക്കി റിന്യൂ ചെയ്ത് നൽകണം. ഇങ്ങനെ തുടർച്ചയായിട്ട് 15 വർഷം നമ്മൾ ഈ തുക സുകന്യ സമൃദ്ധി യോജനയിലേക്ക് നിക്ഷേപിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ, ഒരു ചെറിയൊരു കാൽക്കുലേഷൻ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി വരും. നിങ്ങളുടെ കയ്യിൽ ഒരു 5 ലക്ഷം രൂപയുണ്ടെന്ന് കരുതുക. ഓക്കെ, ഈ പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ലംസം എമൗണ്ട് ഇട്ടിട്ട് അതിന് ഇൻട്രസ്റ്റ് വാങ്ങുന്നതാണ്. സോ ഈ 5 ലക്ഷം നിങ്ങൾ എന്ത് ചെയ്തു? പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീമിൽ അപ്പാടെ കൊണ്ടുപോയിട്ട് നിക്ഷേപിക്കുന്നു. അവിടെ ഇൻട്രസ്റ്റ് വരുന്നത് 7.4% ആണ്. അപ്പൊ ഇതിലൂടെ നിങ്ങൾക്ക് എല്ലാ മാസവും ഒരു ഇൻട്രസ്റ്റ് കിട്ടും. ആ ഇൻട്രസ്റ്റ് എമൗണ്ട് വരുന്നത് 3083 രൂപയാണ്. ഓക്കെ, 3083 രൂപയാണ് ഇൻട്രസ്റ്റ് കിട്ടുന്നത്. അപ്പൊ നിങ്ങൾ ഈ 3083 രൂപ എന്താക്കും? മാസത്തിൽ സുകന്യ സമൃദ്ധി യോജനയിലേക്ക് ആ ഒരു അക്കൗണ്ടിലേക്ക് ഇടും. സുകന്യ സമൃദ്ധിയിൽ നിങ്ങൾ നിക്ഷേപിക്കേണ്ട കാലയളവ് എന്ന് പറയുന്നത് 15 വർഷമാണ്. 15 വർഷം കൊണ്ട് നിങ്ങൾ SSY അതായത് സുകന്യ സമൃദ്ധി യോജനയിലേക്ക് ആകെ അടയ്ക്കുന്ന തുക 5,54,940 രൂപയാണ്. ഓക്കെ, മറ്റൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ 5 ലക്ഷം രൂപ പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീമിൽ നിക്ഷേപിച്ച എമൗണ്ട് ഉണ്ടല്ലോ, അത് 100% സുരക്ഷിതത്വത്തോടു കൂടി അവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ ഇനി ഇതിന്റെ റിട്ടേൺ നമുക്ക് നോക്കിയാലോ. 15 വർഷത്തിൽ
SSY അക്കൗണ്ടിൽ നിങ്ങൾക്ക് ആകെ കിട്ടുന്ന തുക 10,65,612 രൂപ. ഓക്കെ, അത് 21 വർഷത്തിലായിരിക്കും മെച്യൂരിറ്റി ആവുന്നത്. 15 വർഷം കൊണ്ട് നിങ്ങൾ അടയ്ക്കേണ്ട പൈസ അടച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ നമ്മൾക്ക് മെച്യൂരിറ്റി 21ാമത്തെ വർഷത്തിൽ ഈ ഒരു സുകന്യ സമൃദ്ധി അക്കൗണ്ടിൽ നിന്ന് നമ്മുടെ കയ്യിലേക്ക് വരുന്ന ഒരു പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 17,09,868 രൂപ. യെസ്, ഇത്ര വലിയൊരു എമൗണ്ട് ആയിട്ടാണ് ഇത് മാറുന്നത്. അപ്പൊ ഇതിന്റെ ആകെ തുക, അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിൻസിപ്പൽ എമൗണ്ട് ആയിട്ടുള്ള 5 ലക്ഷം രൂപ പോസ്റ്റ് ഓഫീസിൽ അവിടെ കിടക്കുകയും ചെയ്യും. കൂടെ ഇതിന്റെ പലിശ മാത്രം വളർന്ന് 21 വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ലഭിക്കുന്നത് 17 ലക്ഷം രൂപയ്ക്ക് അടുത്ത്. അപ്പൊ നിങ്ങളുടെ 5 ലക്ഷം രൂപയ്ക്ക് പ്രതിവർഷം ശരാശരി 16.28% റിട്ടേൺ ലഭിക്കുന്നതിന് തുല്യമാണിത്. ഒരു ഷെയർ മാർക്കറ്റ് റിസ്കും ഇല്ലാതെയാണ് ഇത് സാധ്യമാകുന്നത്. ഈ 5 ലക്ഷം എന്ന് പറയുന്നത് POMIS നിങ്ങൾ നിക്ഷേപിച്ച പൈസ. അത് നിങ്ങൾ അനക്കാണ്ട് അവിടെ തന്നെ വെക്കുകയാണെങ്കിൽ അത് ഗ്രോ ചെയ്ത് ഈ ഒരു 21 വർഷത്തിന് ശേഷം നിങ്ങൾക്ക് 16% ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുന്നതിന് തുല്യം. അപ്പൊ നമുക്കൊരു കാൽക്കുലേഷൻ നോക്കാം. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ 5 ലക്ഷത്തിന്റെ കാര്യം മാത്രമാണ് പറഞ്ഞത്. ഈ 5 ലക്ഷം എന്നുള്ളത് മാറി 9 ലക്ഷം 15 ലക്ഷം ഒക്കെ ആയി കഴിഞ്ഞാൽ എത്ര എമൗണ്ട് ആണ് കിട്ടുന്നത് നമുക്കൊന്ന് ചുരുക്കി നോക്കാം. 5 ലക്ഷത്തിന്റെ കണക്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്കത് 9 ലക്ഷം ആണെങ്കിൽ നിങ്ങൾക്ക് POMIS നിന്ന് കിട്ടുന്ന ഒരു ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ 5,550 ആണ്. അത് നിങ്ങൾ SSYയിൽ നിക്ഷേപിക്കും. SSYയിൽ നിങ്ങൾ 15 വർഷം കൊണ്ട് ടോട്ടൽ 9,99,000 ആയിരിക്കും നിക്ഷേപിക്കുക. അപ്പൊ 15ാമത്തെ വർഷത്തിലെ SSI തുക എന്ന് പറയുന്നത് 19,18,309 രൂപയാണ്. അത് 21 വർഷം ആകുമ്പോഴേക്ക് ഗ്രോ ചെയ്ത് ഇൻട്രസ്റ്റ് അടക്കം നിങ്ങൾക്ക് കിട്ടുന്നത് 30,78,096 രൂപ. അതായത് 16.29% ആണ് ഇൻട്രസ്റ്റ് റേറ്റ് നിങ്ങൾക്ക് അവിടെ കിട്ടുന്നത്. ശരിയാണ്, നമ്മൾ ഇത്രയും കാലം എടുക്കുന്നുണ്ട്. പലപ്പോഴും നമ്മൾ ഇത് മുന്നേ മറ്റൊരു ഡബിൾ എൻജിൻ സ്ട്രാറ്റജി എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പൊ അതിൽ വന്ന കമന്റ്സ് ആണ് നമുക്ക് ലൈക്ക് ഇങ്ങനെയാണ് ഇപ്പം കുറെ കാലം കാത്തിരുന്നു കഴിഞ്ഞാൽ ഇതിലും കൂടുതൽ ഇൻട്രസ്റ്റ് തരുന്നത് ഉണ്ടെന്നൊക്കെ ഉണ്ടാകാം. പക്ഷേ ഇത് വളരെയേറെ സുരക്ഷിതവും നമുക്ക് യാതൊരുവിധ റിസ്ക്കും എടുക്കാണ്ട് വളരെ റിലാക്സ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു നല്ല സേവിങ് സ്കീമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത് പ്രിഫർ ചെയ്ത് അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്ത് തരുന്നത്. അപ്പോൾ ഇത് ആവശ്യമെന്ന് തോന്നുന്നവർ മാത്രം ഇതെടുത്ത് ചെയ്യുക. അതല്ലാതെ നിങ്ങൾക്ക് 5 വർഷം കൊണ്ടോ 10 വർഷം കൊണ്ടോ ഇതിൽ കൂടുതൽ പൈസ ഉണ്ടാക്കാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ യു ക്യാൻ ഡു ദാറ്റ്. പക്ഷെ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ പൈസ 100% സേഫ് ആയിരിക്കും. ആ ഒരൊറ്റൊരു ഗ്യാരണ്ടി ഇതിൽ തരാൻ കഴിയുന്നുള്ളൂ. ആൻഡ് ഓൾസോ ഇത് ഇന്നും നാളെയും ഇപ്പം ഇന്ന് 5 ലക്ഷം ഇട്ട നാളെ 10 ലക്ഷം വേണം എന്ന് ചിന്തിക്കുന്ന ആളുകൾക്കുള്ള ഒരു സ്കീം അല്ല ഇത്. ഇപ്പം നമ്മുടെ കുട്ടികൾക്കോ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ നമ്മുടെ റിട്ടയർമെന്റിനോ വേണ്ടി പ്ലാൻ ചെയ്ത് ലൈക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ടല്ലോ ഫോർ ലോങ് ടേം, അങ്ങനെയുള്ളവർക്ക് പറ്റിയൊരു ഓപ്ഷനാണിത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി 9 ലക്ഷം മാറ്റി 15 ലക്ഷം എന്നുള്ളൊരു ഓപ്ഷൻ നോക്കുകയാണ്. 15 ലക്ഷത്തിൽ നിങ്ങൾക്ക് പ്രതിമാസം സുകന്യ സമൃദ്ധി യോജനയിലേക്ക് ഇടാൻ പറ്റുന്ന ഒരു എമൗണ്ട് 9,250 ആണ്. ആ പൈസ എന്താണ്? നമ്മളെ POMISൽ നിന്ന് വന്ന ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. ഓക്കെ, അത് നമ്മൾ 15 വർഷത്തിലേക്ക് നിക്ഷേപിക്കുകയാണെങ്കിൽ 16,65,000 രൂപയാവും. അത് 15ാമത്തെ വർഷത്തിൽ SSI തുകയായിട്ട് കിടക്കുന്നത് 31,97,182 വിത്ത് ഇൻട്രസ്റ്റ്. ആൻഡ് ഓൾസോ 21ാമത്തെ വർഷത്തിൽ ഫൈനൽ മെച്യൂരിറ്റി വരുന്നത് 51,30,159 രൂപ. വാവ്, എന്തൊരു വ്യത്യാസമാണല്ലേ പൈസ. നമ്മൾ നിക്ഷേപിച്ച എമൗണ്ട് എന്ന് പറയുന്നത് വെറും 16 ലക്ഷം, നമുക്ക് കിട്ടുന്നത് 51 ലക്ഷം. ഇറ്റ്സ് ലൈക്ക് അൺബിലീവബിൾ. 16% ഇൻട്രസ്റ്റ് റേറ്റ് ആണ് നിങ്ങൾക്ക് അവിടെ കിട്ടുന്നത്. ഈ ഡബിൾ എൻജിൻ സ്ട്രാറ്റജി തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു 3 കാര്യങ്ങളും കൂടി ഉണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം പ്രായപരിധിയും നിക്ഷേപ പരിധിയും. അതായത് സുകന്യ സമൃദ്ധി അക്കൗണ്ട് നിങ്ങൾ തുറക്കാൻ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് പെൺകുട്ടിക്ക് 10 വയസ്സിന് താഴെ പ്രായമുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ 10 വയസ്സുള്ള ഒരു കുട്ടിക്ക് ഇത് ഓപ്പൺ ചെയ്ത ആ കുട്ടീൻ്റെ 20, 30, 31ാമത്തെ വയസ്സിൽ നല്ലൊരു എമൗണ്ട് കിട്ടും. 10ാമത്തെ വയസ്സാണ് എടുക്കുന്നതെങ്കിൽ. ഓക്കെ, ഒരു സാമ്പത്തിക വർഷത്തിൽ SSYയിൽ പരമാവധി ഇടാൻ കഴിയുന്നത് 1.5 ലക്ഷം രൂപയാണ്. അപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞ കണക്ക് പ്രകാരം ഏറ്റവും ഉയർന്ന 15 ലക്ഷം എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്താൽ പോലും 1,11,000 രൂപ മാത്രമാണ് നമുക്ക് വരുന്നത്. അതുകൊണ്ട് ലിമിറ്റിനെ കുറിച്ച് ഓർത്ത് നിങ്ങൾ പേടിക്കേണ്ട. ഓക്കെ, 1.5 ലക്ഷത്തിന് താഴെയാണിത്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ടാക്സ് ആനുകൂല്യം. സുകന്യ സമൃദ്ധി യോജന EEE അതായത് എക്സെപ്റ്റ് കാറ്റഗറിയിൽ വരുന്ന ഒന്നാണ്. അതായത് നിങ്ങൾ നിക്ഷേപിക്കുന്ന തുകയ്ക്ക് ടാക്സ് ഇളവുണ്ട്, പലിശയ്ക്ക് ടാക്സും ഇല്ല. ഓക്കെ, ഒടുവിൽ ലഭിക്കുന്ന 17 ലക്ഷമോ 30 ലക്ഷമോ 51 ലക്ഷമോ ഒക്കെ പൂർണ്ണമായും ടാക്സ് ഫ്രീ ആണ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട നിങ്ങൾക്ക് ഗുണമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ POMISൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന ആ ഒരു ഇൻട്രസ്റ്റ് ഇൻകം ടാക്സ് സ്ലാബ് അനുസരിച്ച് ടാക്സിബിൾ ആയിരിക്കും കേട്ടോ. നിങ്ങളുടെ സ്ലാബ് ഏതാണോ അത് വെച്ചിട്ട്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 15 വർഷത്തെ ഡെപ്പോസിറ്റ് ആൻഡ് 21 വർഷത്തെ മെച്യൂരിറ്റി. നിങ്ങൾ 15 വർഷം മാത്രമേ പണം അടയ്ക്കേണ്ടതുള്ളൂ. പക്ഷെ മകൾക്ക് 21 വയസ്സ് തികയുമ്പോഴോ അല്ലെങ്കിൽ 18 വയസ്സിന് ശേഷം വിവാഹ സമയത്തൊക്കെ ഈ ഒരു തുക നിങ്ങൾക്ക് പൂർണ്ണമായി പിൻവലിക്കാം. അപ്പൊ ഉന്നത വിദ്യാഭ്യാസത്തിനായി 18 വയസ്സിന് ശേഷം
ഏകദേശം 50% തുക പിൻവലിക്കാനുള്ള ഒരു സൗകര്യം ഇതിലുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൈസ എടുക്കാനും കഴിയും. അപ്പൊ ഇതൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഞാനിപ്പോൾ ഈ പറഞ്ഞ ഒരു ഡബിൾ എൻജിൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഭയങ്കര സംഭവമായിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. 2 വ്യത്യസ്ത ഗവൺമെന്റ് സ്കീംസിന്റെ ക്യാഷ് ഫ്ലോ കമ്പൈൻ ചെയ്ത് ഒരു ഇല്ലസ്ട്രേഷൻ മാത്രമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പലപ്പോഴും നമുക്ക് വരുന്ന കമന്റ്സ് ആണ്, ഇതൊക്കെ ഓൾറെഡി ഉള്ള സ്കീംസ് അല്ലേ, ആളെ പറ്റിക്കാണോ എന്നൊക്കെ ചോദിച്ചിട്ട്. ഇതൊരു ഓപ്ഷൻ മാത്രമാണ്. നമ്മൾ വളരെ പഠിച്ച് പ്രാക്ടിക്കലി കാൽക്കുലേഷൻസ് ഒക്കെ നോക്കി വ്യക്തമാക്കിയിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. സോ ആവശ്യമുള്ളവർ മാത്രം ഇത് ചെയ്യുക, ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, 5 ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ 16% ഗ്യാരണ്ടി കിട്ടുമെന്ന് കൺഫേം ആയിട്ട് പറയാൻ ഇതൊരു സ്കീമല്ല. പക്ഷേ നിങ്ങൾക്ക് ഇതിലൂടെ ഇത് നേടാൻ സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ നിക്ഷേപിക്കുക. POMIS ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ട്, SSYക്ക് വേറൊരു ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ട്. ഓക്കെ, രണ്ടും കൂടി കമ്പൈൻ ചെയ്തുണ്ടാകുന്ന ടോട്ടൽ ഔട്ട്കം ആണ് ഈ ഒരു ഡബിൾ എൻജിൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഡബിൾ എൻജിൻ സ്ട്രാറ്റജി നിങ്ങൾക്ക് വളരെ കൃത്യമായി മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ വളരെ സുരക്ഷിതമായി കോടികൾ സമ്പാദിക്കാൻ പോസ്റ്റ് ഓഫീസ് നമുക്ക് നൽകുന്ന ഒരു അവസരമാണിത്. മാർക്കറ്റിലെ അപ്പ് ആൻഡ് ഡൗൺസ് നമ്മൾ പേടിക്കേണ്ട, 100% ഗ്യാരണ്ടി ഉണ്ട്, പണം ഗ്രോ ചെയ്യുന്നുണ്ട്. സോ ഏതൊരാൾക്കും ഈ ഒരു ഡബിൾ എൻജിൻ സ്ട്രാറ്റജി ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സജഷൻസോ ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ്സിൽ അത് രേഖപ്പെടുത്താൻ നിങ്ങൾ മറക്കരുത് കേട്ടോ. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ഇറ്റ്സ് മീ അജ്ന സൈനിങ് ഓഫ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബ്രാൻഡ് പാർട്ണർഷിപ്സ് ആൻഡ് അഡ്വർടൈസിംഗ് എൻക്വയറീസിനായി ഇമെയിൽ ID brand@boswala.com അല്ലെങ്കിൽ 9108014192 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ ബന്ധപ്പെടൂ. Bosswala. Be the boss.